ഓക്കെ, അപ്പൊ നമ്മള് CABMന്റെ തേർഡ് സെമ്മിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ടോപ്പിക് പേപ്പറാണ് നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ക്രാഷ് ആയിട്ട് പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് അധികം പ്രോബ്ലംസ് നമ്മൾ നോക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ നോക്കിയത് കോറിലേഷൻ തേർഡ് മൊഡ്യൂളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോറിലേഷന്റെ കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷന്റെ പ്രോബ്ലം ആണ് എങ്ങനെ ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ, അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതേ മോഡല് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നോക്കാം. പിന്നെ നോട്ടിലെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തതാണ്, അപ്പൊ ക്ലാസ് എടുത്ത നോട്ട്സുകളൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം. ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അസൈൻമെന്റ് ആയിട്ടും തന്നിട്ടുണ്ട്, ഒരുപാട് വർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് മറിച്ച് നോക്കാം. ഓക്കെ, കോറിലേഷന്റെ പ്രോബ്ലം പരമാവധി ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ ആ യൂണിറ്റിൽ തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നാം സാർ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിയില്ലെന്നൊക്കെ തോന്നാം. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ആ യൂണിറ്റിൽ തന്നെ ഒരു സിമ്പിൾ ടോപ്പിക്കാണ് റാങ്ക് കോറിലേഷൻ. നമ്മളിപ്പോൾ ചെയ്തത് കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷൻ ആയിരുന്നു. അതിൽ രണ്ടാമത്തെ ടോപ്പിക്കാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. അപ്പൊ റാങ്ക് കോറിലേഷന്റെ പ്രോബ്ലം അപ്പോ രണ്ടും കൂടി ചോദിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നാം. ചോയ്സ് ഒക്കെ അല്ല, ചിലപ്പോൾ ചോയ്സ് ആയിട്ടായിരിക്കും വരിക. എങ്കിലും 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റിന് വേണ്ടി മാത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം ഈ റാങ്ക് കോറിലേഷന്റെ പ്രോബ്ലം 15 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ, കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിന്റെ എക്സാമിന്. അപ്പൊ അതുകൊണ്ട് റാങ്ക് കോറിലേഷൻ പഠിക്കാൻ വളരെ റിസ്ക് ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് കുറയ്ക്കാൻ മാത്രം അറിഞ്ഞാൽ മതി, കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിഞ്ഞാൽ മതി. ഓക്കെ, അതും കാൽക്കുലേറ്റർ നമ്മൾ ചെയ്താൽ മതി, വലിയ റിസ്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് റാങ്ക് കോറിലേഷൻ സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഫോർമുല ഇതാണ്. റോ ഈക്വൽ ടു 1 - 6 × സിഗ്മ ടി സ്ക്വയർ ബൈ n³ - n. ചിലപ്പോ ഞാൻ പഠിപ്പിച്ചത് n × n² - 1 എന്നായിരിക്കും. അത് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല, ഇങ്ങനെ പഠിച്ചാൽ മതി. n³ - n പഠിച്ചാൽ മതി. ഇത് ഇത്രയും കണ്ടുപിടിച്ചിട്ട് അതിന് 1 - 6 ചെയ്യാം. ഇതാണ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഫോർമുല. ഓക്കെ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഫോർമുല ഇതാണ്. അപ്പൊ ഇതിൽ കഴിഞ്ഞ വർഷം 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ 15 മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോദിക്കുമ്പോൾ 100% ഉറപ്പ് തന്നെയാണ്. നമ്മുടെ ഈ 6 മാർക്കിലെ നമുക്ക് ജയിക്കാനുള്ള ഒരു എളുപ്പ വഴി 6 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ ശരിയാക്കുകയാണ്. 3 ശരിയാക്കി 18 മാർക്കായി. ഇപ്രാവശ്യത്തെ സിലബസ് നമ്മുടെ പുതിയ പാറ്റേൺ പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് മതിയായിരിക്കും ജയിക്കാം. അപ്പൊ 18 ഇതിൽ തന്നെ കിട്ടി. ഒരു എസ്സേ ക്വസ്റ്റ്യൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുലികളായിട്ടാ. 15 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു. ഒറ്റ യൂണിറ്റ് കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് നന്നായിട്ട് നോക്കാം. അപ്പൊ സാധാ കോറിലേഷനും റാങ്ക് കോറിലേഷനും തിയറിയും പഠിക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു 8 യൂണിറ്റിൽ നിന്ന് തന്നെ ഒരു 28 മാർക്കോളം ആവും. പിന്നെ 2 മാർക്കൊക്കെ എവിടുന്നാലൊക്കെ കിട്ടിക്കോളും. ഓക്കെ, യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെയിം ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഇതേപോലെ ഒരു കോളം ആയിട്ട് തന്നേക്കണം. ഒരു കോളത്തില് കാൽക്കുലേറ്റ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. റാങ്ക് ബിഫോറും റാങ്ക് ആഫ്റ്ററും തന്നിട്ടുണ്ട്. 1, 2, 3 ഇങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ട്. റാങ്ക് ആണ് ഇവിടെ, റാങ്ക് താഴോട്ടും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഒന്ന് റാങ്ക് തരും, ചിലപ്പോൾ റാങ്ക് തരില്ല, നമ്മൾ റാങ്ക് കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ 2 രീതിയാണുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് റാങ്ക് തരുന്ന കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റാങ്ക് ഗിവൺ ആയിരുന്നു. 2 ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ. അപ്പൊ ഒന്നാമത്തെ റാങ്കിനെ പ്രോബ്ലം ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ റാങ്കിനെ നമ്മൾ R1 എന്ന് പറഞ്ഞ്, രണ്ടാമത്തെ റാങ്കിനെ R2 എന്ന് പറഞ്ഞ് ഇതേപോലെ കോളമായിട്ട് വരയ്ക്കും. അപ്പൊ ഞാൻ ഒന്നാമത്തെ റാങ്ക് എഴുതുന്നുണ്ട്. 1, 2, 4, 3, 10, 5, 6, 7, 8, 9. ഇതാണ് ഒന്നാമത്തെ റാങ്ക്. രണ്ടാമത്തെ റാങ്ക് എഴുതുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെയായിരുന്നു രണ്ടാമത്തെ റാങ്ക് ഉണ്ടായിരുന്നേ. ഓക്കെ, അപ്പൊ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് ക്വസ്റ്റ്യനില് 1, 2, 3, 4 1, 2, 3, 4 എന്നാണ് പറയുന്നതെങ്കിൽ അത് റാങ്ക് ആയിരിക്കും. ഓക്കെ, ചിലതില് ഇങ്ങനെയായിരിക്കും വാല്യൂസ് വരിക. റാങ്ക് കോറിലേഷൻ തരും 10, 20, 15 അങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ തരുന്നത് റാങ്ക് കോറിലേഷന്റെ പ്രോബ്ലം ആണെങ്കിൽ കൂടി ഇത് റാങ്ക് അല്ല, നമ്മൾ റാങ്ക് കണ്ടുപിടിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ കഴിഞ്ഞ വർഷം ചോദിച്ചത് വളരെ സിമ്പിൾ ആയിരുന്നു. എന്താണ് റാങ്ക് ക്വസ്റ്റ്യനിലുണ്ട്. ക്വസ്റ്റ്യനിൽ അവർ റാങ്ക് തന്നിട്ടുണ്ട്, നമ്മൾ ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി. നമ്മൾ ചെറിയ ക്ലാസ്സിലെ, അതായത്
1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അതായത് കുറയ്ക്കാൻ പഠിച്ചിട്ടില്ലേ, സബ്ട്രാക്ഷൻ, അതൊന്നും അറിഞ്ഞിരിക്കണം മാത്രം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അനിയന്മാരോ അനിയത്തിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്താണ് സബ്ട്രാക്ഷൻ എന്ന്. ഓക്കെ, അപ്പൊ ഡി ചെയ്യുന്നു സബ്ട്രാക്ഷൻ, അതായത് കുറയ്ക്കുക. R1 മൈനസ് R2, R1ൽ നിന്ന് R2 കുറയ്ക്കുക. 1 മൈനസ് 1 നമുക്കറിയാം 0 ആണ്. 2 മൈനസ് 2 0 ആണ്. 4 മൈനസ് 3 1. 3 മൈനസ് 4 മൈനസ് 1. 10 മൈനസ് 5 5. 5 മൈനസ് 6 മൈനസ് 1. 6 മൈനസ് 7 മൈനസ് 1. 7 മൈനസ് 8 മൈനസ് 1. 8 മൈനസ് 9 മൈനസ് 1. 9 മൈനസ് 10 മൈനസ് 1. ഒക്കെ മൈനസ് 1 ആണ് കേട്ടോ. നമ്മൾ ഒരു കാര്യം ഇവിടെ 5ാം ക്ലാസ്സിൽ പഠിച്ച സ്ക്വയർ കാണാൻ ഇവിടെ അറിഞ്ഞിരിക്കണം. അത് 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ആവശ്യമില്ല, അതിന് മുമ്പേ നമ്മൾ സ്ക്വയർ ചെയ്യാൻ പഠിക്കുന്നുണ്ട് അല്ലെ. സ്ക്വയർ കാണാനെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ എഴുതിയതിന്റെ എല്ലാം സ്ക്വയർ കണ്ടുപിടിക്കുക. 0ന്റെ സ്ക്വയർ 0, 0ന്റെ സ്ക്വയർ 0, 1ന്റെ സ്ക്വയർ 1, മൈനസ് 1ന്റെ സ്ക്വയർ 1, 5ന്റെ സ്ക്വയർ ഇതാണ് 25. വീണ്ടും മൈനസ് 1ന്റെ സ്ക്വയർ 1, 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 എല്ലാം 1 ആയി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത്, അതായത് ഒരു പോളിടെക്നിക്കലെ കോഴ്സ് ആണെങ്കിൽ ചെയ്തത് എന്താണ്, 2ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സബ്ട്രാക്ഷൻ, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സ്ക്വയർ കാണാം. A × A എന്ന് പറഞ്ഞില്ലേ, 0 × 0 അതാണ് സ്ക്വയർ, അത് കണ്ടാൽ പഠിച്ചു. പിന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഡീഷൻ കൂടെ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് കൂട്ടുക. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുകയാണ് നമ്മളെ 1 + 1 2 അല്ലെ. 2 + 25 27 + 1 28 + 1 29 + 1 30 + 1 31 + 1 32. ഇനിയിപ്പോ കുറയ്ക്കുന്നത് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ, ഞാൻ കുറച്ച് മാത്സിൽ വീക്കാണ് കൂട്ടാനൊക്കെ, അപ്പൊ ഞാൻ കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യുക. നിങ്ങൾ ഇതെല്ലാം കാൽക്കുലേറ്ററിൽ എടുക്കുക. അതായത് എന്ത് ചെയ്യുക, 1 + 1 + 25 + 1 + 1 + 1 + 1 + 1 32 കിട്ടിട്ടാ. കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ചോളൂ. കൂട്ടാൻ അറിയാത്തവര്, വീട്ടില് ചെറിയ കുട്ടികളാരും വീട്ടിൽ പഠിക്കുന്നില്ലെങ്കിൽ, കൂട്ടാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ കൂട്ടാം. ഓക്കെ ആണല്ലോ, ചുമ്മാ പറഞ്ഞാണ്. എല്ലാവർക്കും അഡീഷണൽ സബ്ട്രാക്ഷൻ ഒക്കെ അറിയില്ല, ഇതൊക്കെ അറിയാം. എന്തായാലും അറിയാമെങ്കിൽ നമ്മൾ പോളിടെക്നിക്കാണ് പഠിക്കുന്നത്. അപ്പൊ ഇത് അറിയാത്തവരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സപ്ലി അടിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മള് σd² കണ്ടു. ഇനിയാണ് ഡിഗ്രി, അതായത് ഡിഗ്രി ലെവലിലുള്ള ടോപ്പിക്കാണിത്. M.Com, നമ്മുടെ B.Com പിള്ളേർക്കൊക്കെയാണ് ഈ കോറിലേഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, നമ്മള് കോഴ്സ് ഏകദേശം കൊമേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ മാത്സിൽ ഇങ്ങനെ ഒരു ടോപ്പിക് വന്നത് കേട്ടോ. അപ്പൊ നമ്മള് σd² കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ടേബിളിന്റെ ആവശ്യമില്ല, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതെല്ലാം കൂടി കൂട്ടാൻ പോവാണ്. അതായത് ρ = 1 - 6 × σd² n അല്ലെങ്കിൽ n³ - n, n³ - n. ഇതാണ് നമ്മുടെ ഫോർമുല. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 - 6 × σd² നമ്മൾ കണ്ടുപിടിച്ച് 32 n. n എന്ന് പറഞ്ഞാൽ എത്ര ടേം ഉണ്ടായിരുന്നു, 10 പേരുണ്ടായിരുന്നു അല്ലെ. 10 ടേം ആണ്. അപ്പൊ 10³ - 10 എന്നാണ് വന്നത്. = 1 - ഇനി എല്ലാം കാൽക്കുലേറ്റർ എടുത്തോളൂ, അല്ലാണ്ട് നിങ്ങൾ കൂട്ടാൻ നിൽക്കണ്ട. കാൽക്കുലേറ്റർ 6 × 32 കാണുന്നു. അപ്പൊ 192 ആണ്. താഴെ 10³ - 10 ആണ്. 10³ പറഞ്ഞാൽ 10 × 10 × 10 1000 ആണ് വരുന്നത്. ഞാൻ കാൽക്കുലേറ്റർ അടിക്കാണ്. 10³ അടിച്ചു. അപ്പോ 1000 ആണ്. -10, 1000 നിന്ന് 10 കുറച്ചു. അപ്പൊ 990 ആണ് കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്ററിനെ യൂസ് ചെയ്യുക പരമാവധി, ആൻസർ തെറ്റാതിരിക്കാനാണ് പറയുന്നത്. = 1 - ഇത് 2. ചില ആൾക്കാർ തെറ്റിക്കാറുണ്ട്. 1 - 1 ആയിട്ട് ചെയ്യും. ഇതിൽ നിന്ന് ന്യൂമറേറ്റർ മാത്രം കുറയ്ക്കും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ഇത് 3 ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ കുറയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ 192/990 ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ ആൻസർ കിട്ടിയിരിക്കുന്നത് 0.1939 എന്നാണ്. ഇനി 1 - ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പിലെ 1 - ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, 1 - ചെയ്തപ്പോൾ ആൻസർ കിട്ടിയത് എനിക്ക് 0.806 എന്നാണ് കിട്ടിയത്. ഇതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. നമ്മൾ ചെയ്ത ആൻസർ ശരിയാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പവഴിയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ -0 ആയിരിക്കും, അല്ലെങ്കിൽ -1 + 1 0യും വരാം.
ഇതല്ലാണ്ട് 2 1 ഒന്നും വരില്ല. കോറിലേഷന്റെ വാല്യൂ എപ്പോഴും -1ന്റെയും +1ന്റെ ഇടയിലായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ആൻസർ ഇപ്പൊ 2 പോയിന്റ് കിട്ടി, അത് ഒരിക്കലും എഴുതിക്കരുത്, ആൻസർ തെറ്റാണ്. ചുമ്മാ 0.8 എഴുതിച്ചു. ആർക്കും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എന്ത് വന്നാലും 0.76 അങ്ങനെയൊക്കെ എഴുതി വെക്കുക. അവസാന ടൈമിലാണ് പറഞ്ഞത് ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും 0 കിട്ടുന്നില്ലെങ്കിൽ ചുമ്മാ 0.8 എന്ന് എഴുതിച്ചു. ഓക്കെ, കാരണം മിക്ക ക്വസ്റ്റിന്റെ ആൻസർ 0.86 അങ്ങനെയൊക്കെ വരുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, എങ്ങനെയാലും എവിടെയും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലാ പറഞ്ഞ ഒരിക്കലും 2 പോയിന്റ് ആൻസർ എഴുതരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്ക് നമ്മുടെ പോക്കറ്റിലായി. അതായത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഡീഷൻ, അല്ലെങ്കിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് LP സ്കൂളിൽ പഠിക്കുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 മാർക്ക് പോക്കറ്റിലായി. ഓക്കെ, ഇതേപോലെ തന്നെയാണ് 15 മാർക്കും പോക്കറ്റിലാക്കാൻ ഇത്രയും കാര്യങ്ങൾ തന്നെ മതി, കൂടുതലൊന്നും വേണ്ട. ഓക്കെ, ഈ പറയുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത്രയും ഉണ്ടെങ്കിൽ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. അപ്പൊ അത് ഞാനിപ്പോ ചെയ്യുന്നില്ല, കാരണം ടൈം വേസ്റ്റ് ആണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതരുത്, നിങ്ങൾ തന്നെ ചെക്ക് ചെയ്താൽ മതി. കാരണം അത് ചുമ്മാ ഞാൻ ചെയ്ത സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്. ഇവര് പറഞ്ഞേക്കുന്നത് എങ്ങനെയായിരുന്നു? ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 10 കോമ്പറ്റേറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കോntest. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിള്ളേരെ പഠിക്കുന്ന നോട്ട് എഴുതിയെടുത്ത പിള്ളേരുടെ നോട്ടൊന്ന് മേടിച്ച് ചെയ്ത് നോക്കാം. അതായത് 10 കോമ്പറ്റേറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കോntest ആർ റാങ്ക്ഡ് ബൈ 3 ജഡ്ജസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. 3 ജഡ്ജസ് ബ്യൂട്ടി കോntestലെ ജഡ്ജസ് മാർക്ക് കൊടുക്കുന്നു. യൂസ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ടു ഡിസ്കസ് വിച്ച് പെയർ ഓഫ് ജഡ്ജസ് ഹാസ് നിയറസ്റ്റ് അപ്രോച്ച് ടു കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി. അതായത് ഏത് ജഡ്ജസിനാണ് അതിന്റെ ഏറ്റവും കോമൺ ടേസ്റ്റ് വന്നേക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ 3 പ്രാവശ്യം നമ്മൾ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുന്നു, അത്രേ ഉള്ളൂ. 3 പ്രാവശ്യം റാങ്ക് കോറിലേഷൻ കാണാണ്. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. അതായത് ഫസ്റ്റ് ജഡ്ജ്, അതുപോലെ സെക്കൻഡ് ജഡ്ജ്, ഫസ്റ്റ് ജഡ്ജ്, സെക്കൻഡ് ജഡ്ജ്, തേർഡ് ജഡ്ജ്. 3 ജഡ്ജാണ് ജഡ്ജ്. ഓക്കെ, ജഡ്ജ്. അങ്ങനെ 3 ആളുടെ മാർക്ക് ഇങ്ങനെ തന്നിട്ടാണ്, 3 ആളുടെ റാങ്ക് തന്നിട്ടാണ്. റാങ്ക് ആണ് തന്നേക്കുന്നത്. ഓക്കെ, ആദ്യത്തെ റാങ്ക് വന്നേക്കുന്നത് എങ്ങനെയാണ്? 1, 5, 4, 8, 9, 6, 10, 7, 3, 2. ഓക്കെ, അതേപോലെ 4, 8, 7, 6, 5, 9, 10, 3, 2, 1. അടുത്തത് 6, 7, 8, 1, 5, 10, 9, 2, 3, 4. ഇങ്ങനെ 3 റാങ്ക് തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ വലിയ റിസ്ക് ഇല്ല, പുതുതായിട്ട് നമ്മൾ റാങ്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നെ റാങ്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇത് തന്നിരിക്കുന്ന ഡാറ്റാസ് നോക്കുന്നു. ഈ ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റാങ്ക് കാണാൻ പോവാണ്, റാങ്ക് കോറിലേഷൻ കാണാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിക്കുക, 3 ജഡ്ജസ് ഉണ്ട്. ഒന്നാമത്തെ ജഡ്ജസിന് R1 എന്നും, രണ്ടാമത്തെ റാങ്കിന് R2 എന്നും, മൂന്നാമത്തെ റാങ്കിന് R3 എന്നും കൊടുക്കുന്നു. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ R1ഉം R2 ഉപയോഗിച്ചുകൊണ്ട് ഒരു D കാണുന്നു, R1 - R2, അതിന്റെ D² കാണുന്നു. അപ്പൊ R1 R2 യൂസ് ചെയ്തുകൊണ്ട് ഒരു D കാണുന്നു, D² കാണുന്നു, അതിന്റെ സമ്മ് കാണുന്നു, സിഗ്മ D². അത് വെച്ചിട്ട് ഒരു റാങ്ക്, അതായത് റോ 1 എന്ന് പറഞ്ഞ് 1 - 6 × സിഗ്മ D²/n³ - n, ഈ സെയിം ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റാങ്ക് കാണുന്നു. ആരൊക്കെയാണ്? ആദ്യത്തെ 2 പേര് യൂസ് ചെയ്തു. ഇതേ പ്രൊസീജിയർ അടുത്ത 2 പേര് R1ഉം R3യും തമ്മിൽ യൂസ് ചെയ്തുകൊണ്ട് കാണും. ഓക്കെ, അപ്പൊ ഇത് മാറ്റിയിട്ട് R1ഉം R3യും എഴുതിയിട്ട് വീണ്ടും ഈ സെയിം ഇതേപോലെ പ്രൊസീജിയർ അപ്ലൈ ചെയ്തിട്ട് റാങ്ക് കാണും. ഈ സെയിം പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും R2ഉം R3യും തമ്മിൽ ഇവർ 2 പേര് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും റാങ്ക് കാണും. അങ്ങനെ 3 പ്രാവശ്യം റാങ്ക് കോറിലേഷൻ കാണാം. അതിൽ 1നോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ വാല്യൂസ് തോന്നുന്നു. വലിയ വാല്യൂസ് തന്നെ കേട്ടോ. ഒരു മിനിറ്റ് കൺഫേം ചെയ്യാം.
നോട്ടിൽ എഴുതട്ടെ. ടെക്സ്റ്റ് എടുത്തില്ല, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. കുഴപ്പമില്ല. അതായത് ഇതില് ഏറ്റവും വലിയ വാല്യൂസ് ഉണ്ട്, 1 അടുത്ത് നിൽക്കുന്ന വാല്യൂ, അത് കിട്ടിയത് ആർക്കാണോ നോക്കുന്നു, ആ പെയർ ആയിരിക്കും എന്ത് ബെസ്റ്റ് ജഡ്ജ്മെന്റ്, നിയറസ്റ്റ് അപ്രോച്ച്, ഏറ്റവും കുഴപ്പമില്ലാത്ത ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ആ 2 പേയേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പൊ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ക്വസ്റ്റിനെ 3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, 3 പ്രാവശ്യം റാങ്ക് കോറിലേഷൻ കാണുന്നു കേട്ടോ. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം 15 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ. വലിയ റിസ്ക് ഒന്നുമില്ല. സാധാരണ കൂട്ടലും കുറയ്ക്കലും അരിക്കലും ഗുണിക്കലും മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു 15 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യനും കിട്ടി, അപ്പുറത്ത് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യനും കിട്ടി. അപ്പൊ ഈ 15 6 21 മാർക്കായി. 30 മാർക്ക് മതി കഴിക്കാൻ. പുതിയ പാറ്റേൺ 70-ലല്ലേ എക്സാം പറഞ്ഞ, 75-ലല്ലേ, 75-ലാണെങ്കിൽ 30 മാർക്ക് മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരൊറ്റ ടോപ്പിക് റാങ്ക് കോറിലേഷൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് തിയറിയും ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ. 6 മാർക്കിൽ ഒരു തിയറി കൂടി ഉണ്ടാകുന്നത്, എന്താണ് കോറിലേഷൻ, ടൈപ്സ് ഓഫ് കോറിലേഷൻ. അപ്പൊ അത് പഠിച്ചാലും അപ്പോൾ അതൊരു 6 മാർക്ക് ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല പറഞ്ഞുതരാം. അതില് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ, കോട്ട് ദ മീനിങ് ഓഫ് ടേം റാങ്ക് കോറിലേഷൻ. റാങ്ക് കോറിലേഷന്റെ മീനിങ് എന്താണ്, അപ്പൊ അതിന്റെ തിയറി നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 2 മാർക്കായി, 2 മാർക്കായി. ദെൻ ഡിസ്കസ് ദ എക്സ്പ്ലെയിൻ ദ വേരിയസ് ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേഷൻ. കോറിലേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒരു 6 മാർക്ക് തിയറി ഉണ്ടായിരുന്നു. ദെൻ ഇപ്പൊ ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ 2 6 മാർക്ക് ഉണ്ടായിരുന്നു. 6 6 12 2 14. അതുപോലെ 15 മാർക്കിന്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. 29 മാർക്കാട്ടോ കഴിഞ്ഞ വർഷം നിങ്ങളെ സീനിയേഴ്സ് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ 29 മാർക്കാണ് ഇപ്പൊ ഈ സിമ്പിൾ ടോപ്പിക്കിൽ നിന്ന് മാത്രം വന്നത്. 1 മാർക്ക് കൂടി കിട്ടി, നമ്മൾ ജയിച്ചു. കേട്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത് റാങ്ക് കോറിലേഷൻ. കോറിലേഷനിൽ 2 മെത്തേഡും പഠിക്കുക, സ്പിയർമാൻസ് റാങ്ക് മെത്തേഡും പഠിക്കുക, അതുപോലെ സാധാരണ കാൾ പിയേഴ്സൺസ് മെത്തേഡും പഠിക്കുക. കുറച്ച് അതിന്റെ തിയറിയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ഓക്കെ, പിന്നീടുള്ള മറ്റു 2 യൂണിറ്റിന് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എഴുതിയാൽ മതി, നമ്മൾ പാസ്സായി. അപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക, അല്ലാതെ ജയിക്കാൻ വേണ്ടി ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഇതും അടുത്ത യൂണിറ്റ് അത്രമാത്രമല്ല കേട്ടോ. ഞാൻ പോയി സാറ് പറഞ്ഞു 1 യൂണിറ്റ് പഠിച്ചാൽ മതി, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു കോൺഫിഡൻസിന് വേണ്ടി പറഞ്ഞാണ്. ഒറ്റ യൂണിറ്റ് അടിപൊളിയായിട്ട് പഠിച്ചാൽ നമ്മൾ തന്നെ ജയിക്കിന്റെ വക്കത്തിലെത്തി. ഓക്കെ, പിന്നെ ഒരു യൂണിറ്റ് കൂടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു 100% ഉറപ്പാണ് കേട്ടോ. അപ്പൊ നമ്മള് റാങ്ക് കോറിലേഷന്റെ റാങ്ക് കാണുന്ന ഒരു പ്രോബ്ലം കൂടി ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആകും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് റാങ്ക് തരാത്ത പ്രോബ്ലം. ഒരു ക്വസ്റ്റ്യന്റെ റാങ്ക് തരുന്നില്ല, നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഡാറ്റാസ് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന ഡാറ്റയുടെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് കാണണം. എന്റെ കയ്യിലുള്ള മാറ്റം ചെയ്യാം. നോക്കാം. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഞാൻ താഴോട്ട് എങ്ങനെ റോ ആയിട്ട് തരാം, നമ്മൾ കോളമായിട്ട് എഴുതാണേ. അതായത് മാർക്സ് ആണ് തന്നേക്കണേ. മാർക്സ് ഇൻ ഏതെങ്കിലും സബ്ജക്ട്. ഇപ്പൊ മാത്സിലെ മാർക്കുണ്ട്, അതുപോലെ മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാർക്സ് ഇൻ അക്കൗണ്ടിങ്ങിന്റെ മാർക്കുണ്ട് കേട്ടോ. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ മാർക്കും അതുപോലെ മാത്സിലെ മാർക്കാണ് തന്നേക്കണേ. ഓക്കെ, മാർക്ക് മാത്സിലെ മാർക്ക് പുലികളാണല്ലോ. 78, 36, 98, 25, 75, 82. മാത്സിൽ ഭയങ്കര പുലിയാണല്ലോ. 90, 62, 65, 69. 10 ഡാറ്റാസിന്റെ ഇപ്പുറത്ത് 84, 51, 91, 60, 68, 62, 86, 58,
53, 47. അങ്ങനെ മാത്സിലെ മാർക്കും അക്കൗണ്ടിങ്ങിലെ മാർക്കാണ് തന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ റാങ്ക് തന്നിട്ടില്ല, മാർക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒറ്റ വ്യത്യാസമുള്ളൂ, നമ്മളിവിടെ റാങ്ക് കണ്ടുപിടിക്കുകയാണ്. അതായത് തന്നിരിക്കുന്ന ഡാറ്റയുടെ റാങ്ക് കാണാൻ പോകുന്നു. R1 എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ റാങ്ക് കൊടുക്കുന്നു, R2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ തമ്മിൽ വ്യത്യാസം എന്താണ്? കഴിഞ്ഞതിലെ റാങ്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടാണ് തന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യനും അങ്ങനെ റാങ്ക് ആയിരുന്നു. പക്ഷെ ഇവിടെ റാങ്ക് അല്ല തന്നേക്കുന്നത്, മാർക്സ് ആണ് തന്നേക്കുന്നത്, അല്ലെങ്കിൽ വാല്യൂ തരിക. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, തന്നിരിക്കുന്ന ആ മാർക്കിന് നമ്മൾ റാങ്ക് കൊടുക്കുന്നു. നമ്മൾ എങ്ങനെ ക്ലാസ് റൂമില് നമ്മുടെ ക്ലാസ്സിലെ റാങ്ക്, ഫസ്റ്റ് റാങ്ക് നമുക്ക് എങ്ങനെയായിരിക്കും പറയാ? ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ആൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കും അല്ലെ? അതിൽ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. നമുക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിലും ക്ലാസ്സിലുള്ള പിള്ളേർക്ക്, ബാക്കിയുള്ള പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടിയവർക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കും. ശരിയല്ലേ? അതേ സെയിം ടെക്നിക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് മാത്സിലെ മാർക്ക് എടുത്തു, മാത്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആർക്കാണോ അയാൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നു. അപ്പൊ ആർക്കായിരിക്കും കൊടുക്കുക നോക്കാം. 78, 36, 98, 75, 75, 82, 90 അല്ലെ? 98 ഇവിടെ ഉണ്ട്, അവിടെ 1 കൊടുത്തു. 98 മാർക്ക് അടിച്ചയാൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. പിന്നെ അതിന് കുറവ് അടിച്ചയാൾക്ക് സെക്കൻഡ് റാങ്ക് 90 ആണ് അല്ലെ? 90ന് സെക്കൻഡ് റാങ്ക് കൊടുത്തു. ദെൻ അതിനേക്കാൾ കുറവ് വന്നത് 82 ആണ്, തേർഡ് റാങ്ക് കൊടുത്തു. അതിനേക്കാൾ കുറവ് 78 ഉണ്ട്, ഫോർത്ത് റാങ്ക്. 75 ഉണ്ട്, ഫിഫ്ത്ത് റാങ്ക്. ദെൻ 75 കഴിഞ്ഞാല് 69 ആണ്, 6 കഴിഞ്ഞ് 6 റാങ്ക്. അടുത്തത് 65, 65ന് 7th റാങ്ക്, 62ന് 8th റാങ്ക്. ഓക്കെ, 36ന് 9th റാങ്ക്, 25ന് 10th റാങ്ക്. അങ്ങനെ നമ്മൾ റാങ്ക് കൊടുത്തു. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ ഏറ്റവും വലിയ ആൾക്ക് റാങ്ക് കൊടുക്കും. ഇങ്ങനെ ചിലപ്പോൾ രണ്ടാൾക്ക് ഈക്വൽ റാങ്ക് വരാറുണ്ട്, റിപ്പീറ്റ് സെയിം മാർക്ക് വരാറുണ്ട്. അപ്പൊ അതിന് റിപ്പീറ്റഡ് റാങ്ക് പറഞ്ഞ മെത്തേഡാണ്. അത് കുറച്ച് ചെയ്യാൻ കുറച്ച് ടൈം കൂടുതലാണ്. അപ്പൊ അത് നിങ്ങൾ ക്ലാസ്സിൽ നമ്മൾ എടുത്തതാണ്, ആ നോട്ടൊക്കെ ഒന്ന് നോക്കി നോക്കുക. റിപ്പീറ്റഡ് റാങ്കിന്റെ പ്രോബ്ലം നമ്മൾ സെപ്പറേറ്റ് പഠിപ്പിച്ചതാണ്. ഇപ്പൊ ഈ ഒരു എന്താ പറയുക, നമുക്കങ്ങനെ ചോദിക്കാറില്ല. ചോദിച്ച നിങ്ങൾ ആ പഴയ നോട്ട് നോക്കിയിട്ടൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഈക്വൽ റാങ്ക് വരുന്ന പ്രോബ്ലം ഞാൻ സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഫോർമുലയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അതില്. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കണേ, കാരണം അത് നമുക്ക് എടുക്കാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ലേ. അപ്പൊ R2 രണ്ടാമത്തെ ഇതേപോലെ ഈ സെയിം ടെക്നിക്ക് അപ്ലൈ ചെയ്യണേ. മനസ്സിലായാലോ? സെയിം ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഏറ്റവും വലിയ മാർക്ക് കിട്ടിയത് 91 ആണ് അല്ലെ? 91 ആണ്. അപ്പൊ 91ന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ദെൻ 86 ആണ് സെക്കൻഡ് റാങ്ക്. 84 ഉണ്ട്, തേർഡ് റാങ്ക്. 86 പിന്നെ കഴിഞ്ഞാല് പിന്നെ 68 ആണ്, ഫോർത്ത് റാങ്ക്. 68 കഴിഞ്ഞാല് 62 ഉണ്ട്, ഫിഫ്ത്ത് റാങ്ക്. ദെൻ 58 ഉണ്ട്, സിക്സ്ത് റാങ്ക്. 53 സെവൻത് റാങ്ക്. 51 8th റാങ്ക്. അയ്യോ മറന്നുപോയിട്ട് തെറ്റിപ്പോയി, ശ്രദ്ധിച്ചോട്ടാ. ഇവിടെ 60 വന്നിട്ടുണ്ട്. 62 5 കഴിഞ്ഞാല് 6th റാങ്ക് വരുന്ന 60 ആണ്. ഇവിടെ 6 കൊടുത്തു. ദെൻ 7th റാങ്ക് 58 ആണ്, 7. 53 8th റാങ്ക്. 51 9th റാങ്ക്. ലാസ്റ്റ് 47 ആണ് 10th റാങ്ക് കേട്ടോ. ഓക്കെ, അപ്പൊ റാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഞാൻ ചെയ്തപ്പോൾ ശ്രദ്ധയില്ലാണ്ടെന്ന് എഴുതരുത്. D = R1 - R2. ഓക്കെ, ഇനി പഴയ പോലെ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമ്മൾ കുറയ്ക്കുന്നു. R1 - R2 ചെയ്യാം, സ്ക്വയർ കാണുന്നു. ഓക്കെ, സ്ക്വയർ കാണുന്നു. ദെൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അപ്പൊ 4 - 3 1, 9 - 9 0, 1 - 1 0, 10 - 6 4, 5 - 4 1, 3 - 5 -2, 2 - 2 0, 8 - 7 1, 7 - 8 -1, 6 - 10 -4. ഓക്കെ, അതിന് സ്ക്വയർ ചെയ്യുന്നു. D².
1 സ്ക്വയർ 1, 0 സ്ക്വയർ 0, 4 സ്ക്വയർ 16 ആണ്. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 0, 1, 1, 16. ഇതെല്ലാം കൂടി കൂട്ടുന്നു കേട്ടോ. 16, 17, 18, 18, 4, 22, 22, 1, 23, 4, 24, 24, 16, 30 കേട്ടോ. 30 അല്ല 40, സോറി. ഓക്കെ, 24, 40 ആണ് വരുന്നത് ഇവിടെ. സംഭവം 40 കേട്ടോ. ഓക്കെ, കൂട്ടി നോക്കിക്കോളൂ. കാൽക്കുലേറ്റർ എടുക്കാം. 16, 16, 32, 32, 1, 33, 34, 34, 4, 38, 38, 1, 39, 40. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി നമുക്ക് പഴയ മാറ്റി കഴിഞ്ഞു. വലിയ റിസ്ക് ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാൻ എളുപ്പമാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉള്ള ടോപ്പിക്കാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ആദ്യം പഠിക്കുക, അപ്പൊ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പോ കോറിലേഷൻ കോഎഫിഷ്യന്റ് 1 - 6 into sigma d square by n cube minus n. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 - 6 into 40 by 10n അല്ലേ. 10 cube minus 10. 1 - 6 into 40, 6, 4, 24, 240 by 990 കണ്ടുപിടിച്ചു. ഈക്വൽ ടു 1 - നോട്ടിൽ ചെയ്ത ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ നോക്കി എഴുതുന്നു. 0.24 ആണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, കുറയ്ക്കുമ്പോൾ 0.76 കിട്ടി. ഓക്കെ, ഇതാണ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ ശ്രദ്ധിക്കുക, വീണ്ടും വീണ്ടും പറയണം, ശ്രദ്ധിക്കുക. എന്താണ് കോറിലേഷൻ എങ്ങനെയെങ്കിലും പഠിച്ചെത്തി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു എന്ന് പറയുന്ന കോൺഫിഡൻസ് കിട്ടും. അടുത്ത യൂണിറ്റ് ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് അടുത്ത യൂണിറ്റ് ആണ്. അതായത് 4ാമത്തെ മോഡ്യൂളാണ്. 4ാമത്തെ മോഡ്യൂളിലെ ഇൻഡെക്സ് നമ്പറിലെ പാഷേഴ്സ് ഇൻഡെക്സ്, ലാസ്പിയർ ഇൻഡെക്സ്, അതുപോലെ ഫിഷർ ഐഡിയൽ ഇൻഡെക്സ്, അത് ഇതേപോലെ സിമ്പിൾ പ്രോഡക്റ്റും അഡീഷനും മാത്രമേ ഉള്ളൂ. അതുകൂടി ഒന്ന് പഠിച്ചു ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പക്കയായി, നമ്മൾ ജയിച്ചു, 100% ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.